ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാര്യസ്ഥൻ ചേട്ടനെ പറഞ്ഞു വിട്ടിട്ട് ഗോവർദ്ധൻ അവിടെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നു. എന്തായി ചേട്ടാ, അവർ ഇറങ്ങാറായോ എന്ന് ചോദിച്ചപ്പം ഇതുവരെ സംസാരിച്ച് പോലും തീർന്നിട്ടില്ല എന്ന് ചേട്ടൻ പറയും. ഇനിയും സമയം എടുക്കുമെന്നു, ലേറ്റാകാനാണ് സാധ്യത എന്നാണ് എന്നോട് പറഞ്ഞതെന്നാ ചേട്ടൻ പറഞ്ഞു. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇന്നത്തെ പോക്ക് സംശയമാണല്ലോ. അപ്പോഴത്തേക്ക് അടുത്ത ആൾ അങ്ങോട്ടേക്ക് വന്നു. എന്നതാ ഇവിടുത്തെ സംഭവം? അപ്പോൾ എന്ത് സംഭവം? അല്ല, നിങ്ങളുടെ കൂടെ വന്ന ആ പാർട്ടിയില്ലേ, അപ്പോൾ എന്തോ വലിയ പ്രശ്നം കൊണ്ടാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. ആര്? എന്ത് പ്രശ്നം? അപ്പം നിങ്ങളുടെ കൂടെ വന്ന ആ ആളില്ലേ, എന്തോ പറഞ്ഞു കേട്ടിട്ടാന്ന് തോന്നുന്നു, കേണൽ സാർ തീ പിടിച്ചതുപോലെ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് വന്ന ചേട്ടൻ പറയുക കേട്ടോ. അപ്പോൾ എന്താ പ്രശ്നമെന്ന് എനിക്കറിഞ്ഞുകൂടാന്ന് ഗോവർദ്ധൻ പറഞ്ഞു. അതും ബാലേട്ടനും മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ, പണിയുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോയി. ഗോവർദ്ധനാണെന്നുണ്ടെങ്കിൽ ആകെ ഇതായിട്ട് നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം സുലോചനയെ വിളിക്കും കേട്ടോ. അപ്പോൾ ഹലോ ഏട്ടാ, എന്തായി, ഇന്ന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലെന്നേ, ഇന്നത്തെ വരവിൻ്റെ കാര്യം സംശയത്തിലാണെന്ന് പറഞ്ഞു. പിന്നെ ബാലേട്ടൻ്റെ മീറ്റിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പം ഇതെന്താ ഇത്? അപ്പോൾ എന്നതാ ഉദ്ദേശം? ലേറ്റായാലും വരുമോ അതോ എവിടെയെങ്കിലും തങ്ങുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സംശയമുണ്ട് വരവിൻ്റെ കാര്യം എന്ന്. അപ്പം എവിടെയാണെങ്കിലും ബാലേട്ടൻ വരണമല്ലോ. തീരുമാനം അതെന്താണോ അത് ബാലേട്ടനെ അനുസരിച്ചിരിക്കും. എന്തായാലും നോക്കിയിട്ട് പറയൂ കേട്ടോ. ബാലേട്ടൻ വരുന്നത് വരെ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് സുലോചന ചോദിക്കുമ്പോൾ നല്ല ക്ഷീണമുണ്ട്, ഞാൻ കുറച്ച് നേരം വണ്ടി കയറി ഇരുന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുകയാണെന്ന് ഗോവർദ്ധൻ പറഞ്ഞു. എന്നാൽ പിന്നെ കിട്ടുന്ന സമയത്ത് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അവിടെ ഇപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, പോരുമ്പോൾ വിളിക്കണേ. പിന്നെ സുലു കൊച്ചിന് ആഗ്രഹമൊന്നും കൊടുത്തേക്കരുത്, ഞാൻ വരുമെന്ന് പറഞ്ഞു, ചുമ്മാ വിഷമിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം ഇല്ലെന്നേ, ഞാൻ അങ്ങനെ പറയില്ല, അത് ഞാൻ നോക്കിക്കോളാവുന്ന നമ്മുടെ സുലോചന. ഇപ്പം ശരിയെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്ത് നമ്മുടെ ഗോവർദ്ധൻ കയറി ആ ഒരു സീറ്റ് അങ്ങ് മറിച്ചിട്ടിട്ട് അത് കിടന്നങ്ങ് ഉറങ്ങുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ബാലൻ ഇറങ്ങി വന്നപ്പം ആ കാര്യസ്ഥനും അവിടുത്തെ ജോലിക്കാരനും കൂടെ ഇറങ്ങി വന്നു. അവർ രണ്ടുപേരും കൂടെ വന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ പോവാന്നും പറഞ്ഞ് ബാലൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ബാലൻ വന്ന് നോക്കുമ്പോൾ ഗോവർദ്ധൻ നല്ല ഉറക്കം. ഗോവർദ്ധനെ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ദേ ബാലേട്ടൻ. അപ്പോൾ നല്ലതുപോലെ ഉറങ്ങിയല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. എത്ര നേരമായി എൻ്റെ ബാലേട്ട ഇത്? അപ്പോൾ കുറച്ചധികം സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പം ഇനി നമ്മൾ പോവല്ലേ എന്ന് ചോദിച്ചു. കാറെടുത്തോ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോവുക. ഇത് പണ്ട് സായിപ്പിൻ്റെ ബംഗ്ലാവ് വല്ലതുമായിരുന്നോ? നീ കാറെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധനെ കൊണ്ട് കാറെടുപ്പിച്ച് നമ്മുടെ ബാലേട്ടൻ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പോകുന്നത് ഈ സ്റ്റാൻലി മുകളിൽ, അതായത് ബാൽക്കണിയിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുക. അവരങ്ങ് പോയി. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ പുറകിൽ കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും നടന്നു വരുന്നു. രാത്രിയായി. ഇനി വേറെ എവിടെയെങ്കിലും പോകാനുണ്ട് ബാലേട്ടാന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പം ഇനി എങ്ങോട്ടും പോകാനില്ല. അപ്പോൾ നമുക്ക് പാലയ്ക്ക് തിരിച്ചു പോകാം അല്ലേ? നമുക്ക് പുനലൂര് ചെന്ന് ഏതെങ്കിലും ഹോട്ടലിൽ മുറി എടുക്കാമെന്ന് ബാലൻ പറഞ്ഞു. ഇന്നലെയും ഇന്നെനിക്ക് ഓട്ടോ അല്ലായിരുന്നു, റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് ക്ഷീണമൊന്നും ഇല്ല കേട്ടോ ബാലേട്ടാ. അപ്പോൾ എനിക്ക് ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പാലായിക്ക് പോകണില്ലല്ലേ? രാത്രിയിൽ അങ്ങോട്ട് ചെന്നിട്ട് എന്നാ ചെയ്യാനാണെന്ന് ബാലേട്ടൻ അന്നേരം ചോദിക്കുക ഗോവർദ്ധനോട്. ഗോവർദ്ധന് വീട്ടിൽ പോകണം എന്നാണ്. ആ സമയത്ത് ബാലേട്ടാ, അതെ, നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചു വന്ന കാര്യം അത് നടന്നായിരുന്നോ എന്ന് ചോദിച്ചു ഗോവർദ്ധൻ. അത് കേട്ടപ്പോൾ ബാലൻ ഒന്ന് ചിരിച്ചു. നമ്മൾ എന്നാ ഉദ്ദേശിച്ചേ എന്ന് ബാലൻ ചോദിക്കും കേട്ടോ. അല്ല, അത് അലീനെ എവിടെയെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് മിക്കവാറും നടക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ എവിടെയാണ് അലീനെ ഏൽപ്പിക്കുന്നത്? നീലഗിരിയിലോ അതോ കുളത്തൂർ പുഴയിലോ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പം അത് പിന്നെ കുളത്തൂർ പുഴക്കാരൻ്റെ അഡ്രസ്സ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നീലഗിരിക്ക് പോയതെന്നും. അപ്പോൾ പത്തനാപുരത്ത് പോയതോ? അല്ല, പത്തനാപുരത്ത് എന്ന് ചോദിച്ചപ്പോഴോ കുളത്തൂർ പുഴക്കാരൻ്റെ അഡ്രസ്സ് കിട്ടിയത്? ഗോവർദ്ധനൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ ഇരിക്കാം. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണോ ബാലേട്ടാ എന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പം എന്നും പറഞ്ഞ ബാലനൊരു മൂളവിൽ മാത്രം മൂളി. ഇതൊക്കെ കേട്ടിട്ട് ഗോവർദ്ധന് ഒരു കുന്തോ മനസ്സിലാകുന്നില്ല. നമ്മുടെ അകന്ന സ്വന്തോ മറ്റാണോ ഇവരൊക്കെ? ഇപ്പം സ്വന്തോ ഇല്ല, ബന്ധമോ ഇല്ല, ഒരു മണ്ണാങ്കട്ടേ ഇല്ല എന്ന് ബാലൻ പറഞ്ഞു. ആലോചിച്ച് നോക്കിയാലേ ശത്രുക്കളായിട്ടേ വരുള്ളൂ എന്നും. പിന്നെ എന്നാത്തിനാ നമ്മൾ ഇത്രയും റിസ്ക് ഒക്കെ എടുത്ത് അവരുടെ കയ്യിലേക്ക് പാവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം ഇതൊക്കെ എൻ്റെ ഗതികേടാണടോ, തലയിലെഴുത്തെന്ന് പറയും അതിന്. അതെനിക്ക് എന്തായാലും തോന്നാഴികയൊന്നും ഇല്ല കേട്ടോ. ബാലേട്ടൻ്റെ ആരും അല്ലാത്തൊരു പെൺകുച്ചിനെ സംരക്ഷിക്കാൻ വേണ്ടി ബാലേട്ടൻ എന്തിന് ഇത്ര ഓട്ടോ ഒക്കെ ഓടുന്നതെന്ന് ഗോവർദ്ധൻ അന്നേരം ചോദിച്ചു. ബാലൻ അന്നേരം ഞാൻ മിണ്ടാതെ തലയാട്ടി ഇങ്ങനെ അവിടെ ഇരിക്കുക. ഗോവർദ്ധൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കണമില്ല. അത് കഴിഞ്ഞിട്ട് ഇവരിതേ അവിടെ ഒരു ഹോട്ടൽ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയും കൃഷ്ണയും അതുപോലെ ബബിതയും കൂടെ വീട്ടിൽ ഓരോരോ ജോലികൾ തീർത്തുകൊണ്ടിരിക്കുക കേട്ടോ.
ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളതൊക്കെ എടുത്തൊക്കെ വെക്കുന്നു. അപ്പോഴത്തേക്കും എന്തേ അങ്ങോട്ടേക്ക് രോഹിത്ത് വരുന്നു. അപ്പോൾ അച്ഛൻ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അല്ല ഫോൺ എന്തിയേ, എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഫോൺ എടുത്ത് കൃഷ്ണയ്ക്ക് കൊടുത്തു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ വാഗമൺ പോവാന്ന്, അപ്പം എല്ലാവരും അച്ഛൻ വരുന്നത് കൊണ്ട് പോവണ്ടെന്ന് പറഞ്ഞ് ഇരിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു ബബിത. അച്ഛൻ പറഞ്ഞതല്ലേ മോളെ പോവണ്ടെന്ന്, അതുകൊണ്ടല്ലേ നമ്മൾ പോകാത്തതെന്ന് അലീന ചോദിക്കാം. ആ അതൊരു കണക്കിന് ശരിയാ, അപ്പം അതാണ് ശരി എന്ന കൃഷ്ണ. അപ്പം നീ കൂടുതൽ ഡയലോഗ് അടിക്കാതെ അച്ഛനെ അങ്ങ് വിളിക്കാൻ പറഞ്ഞു ബബിത. അബാ പറഞ്ഞത് ന്യായം, വിളിക്കുവാന്നേ അച്ഛൻ എടുക്കണ്ടേന്ന് ചോദിച്ചു കൃഷ്ണ. അങ്ങനെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ബാലൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഗോവർദ്ധൻ പറഞ്ഞു. അപ്പോൾ ബാലൻ്റെ ഫോൺ എടുത്ത് നോക്കുക. അപ്പോൾ അലീനയാണെന്ന് തോന്നണേ എന്നും പറഞ്ഞിങ്ങനെ ഗോവർദ്ധൻ പറഞ്ഞത് കേട്ടിട്ട് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ കറക്റ്റ് അത് അലീന തന്നെയാണ്. ആ മോളെ അലീന മോളല്ല, ആഹാ എൻ്റെ പുന്നാര മോളായിരുന്നോ, ആ അപ്പം അതൊക്കെ തന്നെയാ, അച്ഛൻ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണാത്തത് കൊണ്ട് വിളിച്ചതാണെന്ന് കൃഷ്ണ പറഞ്ഞപ്പം ഓ അതായിരുന്നോ, ഞങ്ങളിതേ തിരിച്ചു. അപ്പം മീറ്റിംഗ് ഒരു ഇത്തിരി നീണ്ടുപോയി പ്രതീക്ഷിച്ചതിനേക്കാളും. അപ്പം ഇന്ന് വരൂ അച്ഛാ. അപ്പം അതെ ഞാൻ അലീന ചേച്ചിയുടെ കൈ കൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് കൃഷ്ണ ഫോൺ എടുത്ത് അലീനയുടെ കയ്യിൽ കൊടുത്തു. ആ അച്ഛാ എവിടെ എത്തിയെന്ന് ചോദിച്ചു. അപ്പം എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചാ എവിടെ എത്തിയടോ എന്ന് ചോദിക്കാം ഗോവർദ്ധനോട്. എനിക്ക് തോന്നുന്നത് നമ്മൾ പത്തനംതിട്ട ജില്ലയിലാണെന്നാണെന്ന് പറഞ്ഞു. അതോ ഇനി ആലപ്പുഴയാണോ? അപ്പം ഫസ്റ്റ് കണ്ണടച്ചിരുന്ന് എന്നോട് താൻ തിരിച്ചു ചോദിക്കുകയാണോ എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ തിരിച്ചു ചോദിക്കാം. എവിടെ എത്തിയിട്ടില്ല മോളെ, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകിയെന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ എന്തായാലും ഇവിടെ വന്നിട്ടല്ലേ കഴിക്കുള്ളൂ ചോദിക്കുമ്പം ഞങ്ങൾ വഴിയിൽ നിന്ന് കഴിച്ചിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈ ഗോവർദ്ധൻ അതുവരെ പിടിച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് ബാലേട്ടൻ അന്നേരം അലീനോട് പറയാം. ഗേറ്റ് അടയ്ക്കണ്ടല്ലോ, അച്ഛൻ ഇന്ന് തന്നെ വരത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ വരുമെന്നാണ് തോന്നുന്നത്, എനിക്ക് ചെറുതായിട്ട് ശരീരവേദനയൊക്കെ ഉണ്ട് മോളെ എന്ന് ബാലേട്ടൻ പറയാം. അയ്യോ അങ്ങനെയാണെങ്കിലേ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്തിട്ട് റെസ്റ്റ് എടുത്ത് നാളെ വന്നാൽ മതിയെന്ന് അലീന പറയുമ്പോൾ ആലോചിക്കാവുന്ന കാര്യമാണ്, നിങ്ങളെന്തായാലും കിടന്നോ കേട്ടോ, ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി ഉണർന്നിരിക്കൊന്നും വേണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുകയാണെങ്കിലേ ഞാനൊരു മെസ്സേജ് ഇട്ടേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി അച്ഛാ എന്നാൽ ഞാൻ കഴിച്ചോളണേ. കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഓക്കെ എന്നും പറഞ്ഞാൽ അലീന ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അച്ഛനൊന്നും വരത്തില്ലേന്ന് രോഹിത് ചോദിക്കാം. വരാനും വരാതിരിക്കാനും ഉള്ള സാധ്യതയുണ്ടെന്ന് അലീന. ഇതെന്താ മഴയോ വരാനും വരാതിരിക്കാനും എന്ന് ബബിത ചോദിക്കുമ്പം അതിന് അമ്മയും കൂടെ വേണം, അപ്പോൾ മഴ ഇടിയും കാണാമെന്ന് രോഹിത്ത്. അപ്പോഴേ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു, കുട്ടികളെല്ലാം മുറിയിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു അലീന. അന്നേരം അത് ശരിയാ, കുട്ടികളെല്ലാവരും പ്രിൻസിപ്പളിൻ്റെ ഉത്തരവ് അനുസരിച്ച് പോയേ എന്ന് കൃഷ്ണ. എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും പറഞ്ഞു വിട്ടു. അലീന അന്നേരം അങ്ങനെ ഡോറും പൂട്ടി അവിടുന്ന് തൻ്റെ മുറിയിലേക്കും പോയി. പിന്നെ ഒരു ഹോട്ടലിൽ ചെല്ലുകയാണ് ബാലനും ഗോവർദ്ധനും. അപ്പോൾ അങ്ങനെ എന്താടോ താൻ വരുന്നില്ലേന്ന് ചോദിച്ചു. അതല്ല എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താടോ? അല്ല ചോദിക്കാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെയും ബാലേട്ടനോടൊന്നും ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല എന്നിങ്ങനെ ഗോവർദ്ധൻ പറഞ്ഞു. പിന്നെ ചോദിക്കേണ്ട, തൻ്റെ പ്രശ്നം തീരുമല്ലോ എന്ന് ബാലേട്ടൻ. അങ്ങനല്ല ബാലേട്ട, അത് ഞാൻ ഇന്ന് വരെ ബാലേട്ടൻ പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ടേ ഉള്ളൂ എന്ന് ഗോവർദ്ധൻ ബാലേട്ടനോട് പറയാട്ടോ. എന്നാലും ബാലേട്ടൻ ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നത് കണ്ട് എനിക്ക് ചോദിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ താൻ ചോദിക്കടോ, എന്താണെങ്കിലും താൻ ചോദിച്ചോളാൻ പറഞ്ഞു. അത് ബാലേട്ട അലീനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കേണ്ട വല്ല കാര്യമുള്ളതാണോ? അതിനുള്ള യാതൊരു ബന്ധവും നിങ്ങൾ തമ്മിലില്ല. അപ്പോൾ അവൾ ഈ കുടുംബത്തിന് വേണ്ടി ഓടി ഓട്ടത്തിൻ്റെ പത്തിലൊന്നുപോലും ഞാൻ ഓടിയിട്ടില്ല ഗോവർദ്ധ എന്ന് ബാലേട്ടൻ നേരം പറയാട്ടോ. അവൾക്ക് വേണ്ടി ഞാൻ ഈ ഓട്ടമെങ്കിലും ഒന്ന് പൂർത്തിയാക്കണ്ടടോ. അപ്പോൾ ഗോവർദ്ധന ആകെ ഒരു സംശയം. എന്നിട്ട് വേണം എനിക്ക് വൈജിയോടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും തീർക്കാൻ. അപ്പോൾ അത് തീരുമോയെന്ന് ചോദിച്ചു. തീരും, എല്ലാം തീരുമെന്ന് ബാലേട്ടൻ പറയാം. എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമാകുമെന്നും പറഞ്ഞു. ബാലേട്ടൻ എന്തൊക്കെ ഈ പറഞ്ഞു വരുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പം താൻ എൻ്റെ വിശ്വസ്തനായിട്ട് കൂടെ കൂടിയിട്ട് കുറച്ച് നാളായില്ലേ ഗോവർദ്ധന? ആയി. തന്നോടോ സുലോചനയോടോ പറയാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എൻ്റെ ജീവിതത്തിൽ എന്ന് ബാലേട്ടൻ ചോദിക്കാം. അലീന വരുന്നത് വരെ. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് രഹസ്യമാണെന്ന് ചോദിക്കുമ്പം ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ താൻ എന്നോടൊന്നും ചോദിച്ചേക്കരുതെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങൾ മറ്റാരോടും പറയുകയും ചെയ്യരുത്, സുലോചനയോട് പോലും. ഇല്ല പറയത്തില്ല ബാലേട്ട. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ സമാധാനം മുഴുവനും പോകുമെന്നും ബാലേട്ടൻ പറയാം. പക്ഷേ തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം കിട്ടുമെന്നും പറഞ്ഞു. കേൾക്കണോ വേണ്ടയോ? അപ്പോൾ രണ്ടിലൊന്ന് തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഗോവർദ്ധൻ ആകെ ടെൻഷനായിട്ട് നിൽക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ
അപ്പോൾ ദേ രണ്ടും കൽപ്പിച്ച് കേൾക്കണമെന്ന് തന്നെ പറഞ്ഞു. എന്നാൽ പിന്നെ താൻ വാ എന്ന് പറഞ്ഞ് ബാലേട്ടൻ പറയാം, ഇവിടെ വെച്ച് പറയണോ അതോ റൂം എടുത്തിട്ട് മതിയോ എന്ന് ചോദിച്ചു. റൂം എടുത്തിട്ട് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഹോട്ടലിലേക്ക് ചെന്നു, റൂം എടുക്കുന്നു. റൂമിൽ ചെന്നു. പിന്നെ പറയാനുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ ഗോവർദ്ധൻ മറ്റേ കാര്യം പറഞ്ഞില്ലല്ലോ, എന്നോട് പറയാമെന്നല്ലേ പറഞ്ഞതെന്ന് ഗോവർദ്ധൻ ചോദിക്കുക ബാലേട്ടനോട്. ആ സമയത്ത് എടോ രഹസ്യങ്ങൾ വലിയ ഭാരമാടോ എന്ന് ബാലൻ പറയാട്ടോ. അത് ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രയാസമുള്ള കാര്യമാണെന്ന്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം ആൾക്കാരും കാര്യങ്ങളൊക്കെ പറയാൻ വെമ്പും അല്ലെങ്കിൽ ആ ഒരു ഇത് വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിൽക്കുമ്പം ഞാൻ എന്തായാലും ബാലേട്ടൻ്റെ രഹസ്യങ്ങളൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. ബാലേട്ടൻ്റെ ഉള്ളിലെ വേദനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടങ്ങളോ വരുമെന്നുണ്ടെങ്കിൽ എന്നോടത് പറയുകയും വേണ്ടാന്ന് ഗോവർദ്ധൻ പറഞ്ഞു. അത് കേട്ടപ്പം എനിക്കിനി എന്ത് അപമാനം വരാനാ, എന്ത് വേദന, എന്ത് നഷ്ടം എന്ന് പറഞ്ഞു ബാലൻ. നഷ്ടങ്ങളുടെ കാര്യങ്ങളൊന്നും പറയാനില്ല, എല്ലാത്തിൻ്റെയും വീക്ക് പോയിന്റിലാണ്, കൂടുതലായിട്ടും ഒന്നും സംഭവിക്കാനില്ലടോ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഗോവർദ്ധൻ എനിക്ക് അന്തം വിട്ട് നിൽക്കുക. എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ലല്ലോ, ബാലേട്ടന് ഇത്രയ്ക്ക് അപ്സെറ്റ് ആവാനായിട്ടുള്ള കാരണം എന്താ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാതെ തനിക്കത് കിട്ടത്തില്ലടോ, താൻ എത്ര തല പുകച്ചാലും തനിക്കത് കിട്ടത്തില്ല. അന്നേരം ഗോവർദ്ധന് ഭയങ്കര ഒരിത്, തന്നോട് പറഞ്ഞു കളയാൻ എന്നും ഞാൻ വിചാരിക്കുന്നത് തന്നെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പം അതെന്ത് കാരണമാണെന്ന് ചോദിച്ചു. അലീന എൻ്റെ വീട്ടിൽ നിന്ന് പോവുകയാണെന്നും പിന്നെ എനിക്കൊന്നും പിടിച്ചു വെക്കാൻ കഴിയില്ല എന്നും ബാലേട്ടൻ പറയാം. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയില്ലേ, കുറേ പട്ടികളൊക്കെ ഉള്ളൊരു വീട്, അതാണ് റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്. അതാരാ? അപ്പോൾ ആളെയും ബാലേട്ടൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ബാലേട്ടൻ എങ്ങനെയാ അയാളുമായിട്ട് പരിചയം? അപ്പോൾ എനിക്ക് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അയാളുടെ പേര് കേട്ടിട്ട് തന്നെ 6 മാസം പോലും ആയിട്ടില്ല. അപ്പോൾ അതാ എനിക്ക് മനസ്സിലാവാത്തത്. അറിയാത്ത ആളിനെ എന്തിനു തേടി വന്നു എന്ന് ചോദിക്കുകയാണ് ബാലേട്ടനോട്. അപ്പോൾ എനിക്കറിയില്ലെങ്കിലും അയാളെ കൊല്ലപ്പള്ളിക്കാർക്കറിയാം, ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് വൈജയന്തിക്കാണെന്ന് ബാലേട്ടൻ പറയാം കേട്ടോ. അത് കഴിഞ്ഞാൽ ഗംഗേട്ടന്, അവളുടെ അച്ഛൻ കുഞ്ഞിരാമമേനോനും അതൊക്കെ അറിയാമായിരുന്നു. ശിവശങ്കരനും രാജീവനും കുറച്ച് ലേറ്റായിട്ട് അറിഞ്ഞതെന്നാണ് തോന്നണതെന്ന് പറഞ്ഞു. ബാലേട്ട ഒന്ന് തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഗോവർദ്ധൻ ബാലേട്ടനോട് പറയുമ്പോൾ ബാലേട്ടൻ ഗോവർദ്ധനൊരു നോട്ടം. തെളിച്ചു പറഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ തീരും. അലീനയുടെ അച്ഛനാ സ്റ്റാൻലി ജോസഫ്. അത് കേട്ടപ്പോഴത്തേക്കും ഗോവർദ്ധൻ്റെ കയ്യും കാലും വരച്ചു. എന്നീ പറയുന്നേ എന്ന് പറഞ്ഞ് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ബാലൻ പറയുന്നതൊക്കെ കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ആകെ വല്ലാത്തൊരിതിൽ ഗോവർദ്ധൻ ഇങ്ങനെ നിൽക്കുന്നു. ഇത്രയും കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ, അല്ല അപ്പോൾ അലീനയുടെ അച്ഛൻ? അതെ. ഇത്രയും വലിയൊരു സ്റ്റാറ്റസ് ഉള്ളൊരു അച്ഛനുണ്ടെങ്കിൽ അലീന എന്തിനാ ഓർഫൺ ആണെന്നും പറഞ്ഞ ബാലേട്ടൻ്റെ വീട്ടിൽ വന്ന് നിന്നത്? എന്തിനാ സർവൻറ്റിൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നത്? അതെന്നാ നീ അങ്ങനെ? അപ്പോൾ അലീനയ്ക്ക് അറിയത്തില്ല സ്റ്റാൻലി ജോസഫ് അവളുടെ അച്ഛനാണ് എന്നുള്ളത്. അല്ല, അതങ്ങനെ സ്വന്തം മകളെ അലീനയ്ക്കത് അറിയില്ലേ? അപ്പോൾ അറിയേണ്ടതായിരുന്നു, പക്ഷേ അതറിഞ്ഞില്ല എന്ന് പറയാം. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് അറിഞ്ഞൂടെ ഇങ്ങനൊരു അച്ഛനുണ്ട് എന്നുള്ളത്? അപ്പോൾ ഇല്ല, അവൾക്ക് അറിയില്ല എന്ന് പറയാം കേട്ടോ. അവൾക്ക് സ്റ്റാൻലി ജോസഫിനെ അറിഞ്ഞുകൂടാ എന്നും ജീവിതത്തിൽ ഇന്നു വരെ അവൾ കണ്ടിട്ടുമില്ല എന്ന കാര്യങ്ങളും ബാലേട്ടൻ പറയാം. പിന്നെ എങ്ങനെ ബാലേട്ടൻ അത് അറിഞ്ഞു? ബാലേട്ടൻ എങ്ങനെ ഇത് കണ്ടുപിടിച്ചേ? അപ്പോൾ അതെ, ഗംഗേട്ടൻ്റെ കീഴിൽ ക്യാപ്റ്റനായിരുന്നു പണ്ട് സ്റ്റാൻലി. ഗംഗേട്ടൻ ആഗ്ര കൺട്രോൾമെൻറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത്. അങ്ങനെ അവർ തമ്മിൽ അന്നേ പരസ്പരം അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയൂ കേട്ടോ. പിന്നെ വൈജയന്തിയും അതുപോലെ 2 വർഷം ഗംഗേട്ടനോടൊപ്പം ആഗ്ര കൺട്രോൾമെൻറ്റിൽ ഉണ്ടായിരുന്നെന്ന കാര്യവും പറയാം. അപ്പോൾ അതെല്ലാം കഥകളിങ്ങനെ പറയുന്നു. അതുകൊണ്ട് അവൾക്കും സ്റ്റാൻലി ജോസഫിനെ നന്നായിട്ട് അറിയാം എന്നും ബാലേട്ടൻ പറയുന്നു. അതൊക്കെ കേട്ടപ്പോഴും ഗോവർദ്ധൻ, അന്ന് ഗംഗേട്ടൻ വൈഫും കുട്ടികളൊക്കെ ആയിട്ടല്ലേ അവിടെ കൺട്രോൾമെൻറ്റിൻ്റെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇളയ കുട്ടിയെ മലതേടത്ത് പ്രസവിച്ചപ്പോൾ സഹായത്തിന് പോയി നിന്നതാ വൈജ. അവൾ തിരിച്ചു പോരാൻ നേരം സ്റ്റാൻലി ഒരു കുഞ്ഞിനെ കൂടി കൊടുത്തയച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം ഗോവർദ്ധനെ, എന്നതാ ഈ പറയുന്നേ? അപ്പോൾ ബാലേട്ടൻ നിന്ന് ചിരിക്കുക. അതാണ് അലീന, വൈജയുടെ മോള് എന്ന് പറഞ്ഞപ്പോൾ അതന്നെ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തയച്ചത് സ്റ്റാൻലി ജോസഫിൻ്റെ കുഞ്ഞാണെങ്കിൽ അതിൻ്റെ അമ്മയല്ലേ അതിനെ നോക്കേണ്ടത് എന്നൊക്കെ ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ, അത് നീ പറഞ്ഞത് ശരിയാ, അമ്മയുടെ കയ്യിൽ തന്നെയാണ് കൊടുത്തയച്ചത്. അപ്പോൾ ബാലൻ നീ ചിരിക്കട്ടോ.
അപ്പോൾ കുഞ്ഞ് പുറത്തോട്ട് വന്നില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. വയറ്റിൽ കിടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അയ്യോ എന്നതാ ബാലേട്ടാ ഞാൻ ഈ കേൾക്കുന്നത്? ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? അപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ഈ പറഞ്ഞിട്ട്? ഒന്നുകൂടി ആവർത്തിക്കണോ ഞാൻ? അപ്പോഴത്തേക്കും വൈദ്യേച്ചിയുടെ മകളാണോ അലീന? അതല്ലേ ഞാൻ നിന്നോട് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതെന്നും ബാലേട്ടൻ അതെന്ന് ചോദിച്ചു. എന്നെ വൈദ്യേച്ചിക്ക് ഇതൊന്നും അറിയില്ലേ അലീന സ്വന്തം മകളാണെന്ന്? അറിയില്ല. അറിയാമെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറുവോടാ? അവളോട് ഏറ്റവും വലിയ ശത്രുവല്ലേ ഇപ്പം അലീന. അലീനയ്ക്ക് അറിയാമോ വൈദ്യേച്ചി സ്വന്തം അമ്മയാണെന്നുള്ള കാര്യം? അവൾക്കറിയാം. അതറിഞ്ഞിട്ട് തന്നെയാണ് അവൾ ഓർഫണേജിൽ നിന്ന് എൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോവർദ്ധൻ്റെ കിളി പോയി ഇങ്ങനെ നിൽക്കുക കേട്ടോ. കല്യാണത്തിന് മുൻപേ ഇതൊന്നും ബാലേട്ടൻ അറിയത്തില്ലായിരുന്നോ എന്ന് ഗോവർദ്ധൻ ചോദിച്ചു. അപ്പോൾ ബാലേട്ടൻ നിന്നങ്ങ് ചിരിച്ചു. കൊല്ലപ്പള്ളിക്കാരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചതല്ലേടോ. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ വൈദ്യ കെട്ടുവോ? താലിച്ചരടിൽ അവളെ ഞാൻ ഒരുപാട് വൈകിപ്പോയി. അലീന വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ കഥകളൊക്കെ അറിഞ്ഞത്. 6 മാസം പോലും ആയിട്ടില്ല ഞാനിതൊക്കെ അറിഞ്ഞിട്ടെന്ന് ബാലേട്ടൻ പറയാം. ഗോവർദ്ധനാണെങ്കിൽ ആകെ ടെൻഷനുമായി. ബാലേട്ടനെല്ലാം അറിഞ്ഞു എന്ന് ചേച്ചിക്ക് അറിയാവോ എന്ന് ചോദിച്ചു. ഇല്ല, അവൾക്കറിയില്ല, ഇതുവരെ അറിയില്ല. അതല്ലേ എൻ്റെ ചക്രായുധം. അതുകൊണ്ടല്ലേടാ ഞാൻ നടക്കുന്നത്. ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബോംബാണത്. ആ ബോംബ് പൊട്ടിക്കാൻ സമയമായിട്ടില്ല എന്ന് ബാലേട്ടൻ പറയുമ്പം എൻ്റെ പൊന്നു ബാലേട്ട, എനിക്കിതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതൊക്കെ സത്യം തന്നെയാണോ എന്ന് ഗോവർദ്ധൻ ചോദിച്ചപ്പോൾ നമ്മുടെ ബാലേട്ടൻ നിന്ന് ചിരിച്ചു. എന്നിട്ട് ഇങ്ങനെ താടയിൽ ഇങ്ങനെ തട്ടിയിട്ട് ഞാൻ വെറുതെ പറഞ്ഞതാടോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കരയാട്ടോ. അപ്പോൾ താനിതൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണു. ഗോവർദ്ധൻ അവിടെ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.